എല്ലാ ഭക്തജനങ്ങളെയും സ്വീകരിക്കുന്ന ഒരു നാടാണ്, എല്ലാ മനുഷ്യരെയും സ്വീകരിക്കുന്ന നാടാണ് തിരുവനന്തപുരം. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് കോഴിക്കോട് നിന്നും ഒരുപാട് അമ്മമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കരമന അജിത്തേട്ടനാണ് അവർക്ക് ഇവിടെയുള്ള വിശ്രമവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇവരെത്തിയതും എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ എത്താനുള്ള കാരണം നമ്മുടെ കോഴിക്കോടുള്ള ബിജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഒരു 4-5 ദിവസത്തിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് കുറച്ച് 100 അമ്മമാർ സഹോദരിമാരുണ്ട്, അവർക്ക് വേണ്ട പൊങ്കാല ഇടുവാൻ വേണ്ടി അവർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അറിയാമല്ലോ, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല തന്നെയാണ്. അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. അനന്തപത്മനാഭൻ്റെ തിരുമുറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആര് അതിഥിയായിട്ട് വന്നാലും അവരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു സംസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹിന്ദു സംസ്കാരത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുള്ള നാടാണ്. നിരവധി ക്ലബ്ബുകളുണ്ട്, പൗരസമിതികളുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുണ്ട്. അവരൊക്കെ ഈ തരം പ്രവർത്തനങ്ങളുമായി, ഞാൻ മാത്രമല്ല, എല്ലാവരും ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് അതിൻ്റെയൊക്കെ പുറകിലാണ്. തീർച്ചയായിട്ടും കോഴിക്കോട് നിന്ന് അമ്മമാർ വരുന്നു എന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മളെ SMRV സ്കൂൾ, ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ ബന്ധപ്പെട്ടു, മാനേജറെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും അജിത്ത് അത് ചോദിക്കണം, താക്കോൽ അങ്ങ് തന്നേക്കാം. അജിത്തല്ലേ ചോദിക്കുന്നത്, ആര് വന്നാലും നമ്മുടെ പൊങ്കാലയിടാൻ വരുന്ന അമ്മമാരല്ലേ, സഹോദരിമാരല്ലേ, അവർക്ക് ഭക്ഷണവും വിശ്രമവും കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ, കഴിഞ്ഞ കാലാംശങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയല്ലേ. ചോദിച്ചോളം തന്നെ താക്കോൽ തന്നു എന്നുള്ള വിഷയം തീർച്ചയായിട്ടും നമ്മളത് പരിശോധിച്ചു. അതിന് വേണ്ട അടിസ്ഥാന സൗകര്യമുണ്ട്. അവർ ഇന്നും ആഹാരം വയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അവർ ആഹാരം വയ്ക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൂടെയാണ് വന്നത്. ഇപ്പോൾ ഗ്യാസ് മാത്രമാണ് തീർന്നെന്ന് തോന്നുന്നത്. ഗ്യാസ് എടുക്കാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ മുഴുവൻ അതിനുള്ള വ്യവസ്ഥയും കാര്യങ്ങളുമൊക്കെ അവർക്ക് ഭക്ഷണം വയ്ക്കേണ്ടത് ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്ന് പറഞ്ഞു. നമ്മുടെ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ ചേർന്ന് നടക്കുന്ന പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെ അതിൻ്റെ താക്കോല് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ഒരുമിച്ചിരുന്ന് പൊങ്കാല ഇടുവാനും അവർക്ക് വിശ്രമിക്കാനുള്ള ഷെഡും ഒക്കെ ഉള്ള ഒരു സംവിധാനം കുറച്ച് നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും തൃപ്തിയാവുന്നില്ല. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയായി ഉറങ്ങിയിട്ട്. ഇന്നലെയും നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് പിരിയുമ്പോൾ ഞാനും മേയറൊക്കെ പിരിയുന്നത് രാത്രി 2:30 മണിക്കാണ്. തീർച്ചയായിട്ടും അമ്മയുടെ നട അടച്ചതിന് ശേഷമാണ് നമ്മൾ തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നതാണ്. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും, ഇവിടെ വരുന്ന ആരായിരുന്നാലും ഭക്തജനങ്ങൾ, അവർ അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എല്ലാവരും. പള്ളി ഇമാം പറഞ്ഞിരിക്കുന്നില്ലേ, ഇമാം പറഞ്ഞിരിക്കുന്നത് പള്ളി, അതിനൊരു പ്രത്യേകത കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. അനന്തപത്മനാഭൻ്റെ തിരുമുറ്റത്ത് വരുന്ന ഭക്തജനങ്ങൾ, അത് പത്മനാഭൻ്റെ മുന്നിൽ വന്നിരുന്നാലും ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ വരുന്നത്, ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ വന്ന് ഇന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണല്ലോ. അറിയാമല്ലോ, ഗിന്നസ് ബുക്കിൽ തന്നെ ഇടം നേടിയിട്ടുള്ള ഒരു ഉത്സവമാണ്. ഏറ്റവും കൂടുതൽ അമ്മമാർ സഹോദരിമാർ ഒരുമിച്ചിരുന്നത്, ഏകദേശം 30 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് പൊങ്കാല ഇടുന്നത് ഈ തിരുവനന്തപുരത്ത് അമ്മയുടെ നടയിലാണ്. പക്ഷെ അത് മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, ഇപ്പം ദുബായിലായിരുന്നാലും എവിടെയൊക്കെ ഉണ്ട്, അമേരിക്കയിൽ, അവരുടെ വീടുകളിൽ അവർ പൊങ്കാലയിടുകയാണ്, ഈ ദിവസം പൊങ്കാലയിടുകയാണ്. അതുകൊണ്ട് ഇതൊരു ഈ ഉത്സവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണമെന്നും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ അമ്മമാരോട് ചോദിച്ചാൽ അവർക്ക് ഓണമെന്നും ഒരു പ്രശ്നമല്ല. ഓണോ ദീപാവലി എന്ന് പറയും. അവരുടെ ഉത്സവം ഏത് എന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ചുകൊണ്ട് തന്നെ പറയും ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്തിടുന്ന പൊങ്കാല ദിവസമാണ്, ആ 10 ദിവസമാണ് നമ്മുടെ ഉത്സവം എന്ന് അവർ അക്ഷരാർത്ഥത്തിൽ പറയാറുണ്ട്. ഉത്സവലഹരിയിലായിരിക്കും തീർച്ചയായിട്ടും നഗരം മുറ്റം, ഇവിടെ നഗരം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ട് ആദ്യത്തെ പൊങ്കാല കൂടിയാണിത്. ആ സമയത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത്? ജനപ്രിയ കൗൺസിലർ എന്നുള്ളൊരു പദവിയൊക്കെ കിട്ടിയ ഒരാൾ കൂടിയാണ് കരമന അജിത്തേട്ടൻ. അങ്ങനെ പറയുന്ന ഒരു ജനപ്രിയ പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? ഏത് പ്രതിസന്ധിയും നേരിടുവാനുള്ള കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം. രാഷ്ട്രീയം പറയുകയല്ല. ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് കുടിവെള്ളം രൂക്ഷമായിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കറിയോ, കുടിവെള്ളം എല്ലാ വാർഡുകളിലും കൊടുക്കാൻ 120 ടാങ്കറുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്.
120 ടാങ്കറുകൾ ഓരോ വാർഡിൽ. ഇപ്പോൾ ആറ്റുകാൽ വരുന്ന പ്രദേശത്ത് നമ്മൾ 8 ടാങ്കർ വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ ഞാനിപ്പോൾ ഈ കരമനയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കസ്റ്റഡിയിൽ ഒരു വണ്ടിയുണ്ട്, ടാങ്കർ വണ്ടിയുണ്ട്. ഇതുപോലെ എല്ലാ കൗൺസിലർമാരുടെയും കസ്റ്റഡിയിൽ ഓരോ വണ്ടിയും ഡ്രൈവർമാരും അത് വെള്ളം നിറച്ചിട്ടുള്ള വണ്ടിയാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട എല്ലാ ക്രമീകരണങ്ങളും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഞാൻ പറയുന്നൊന്നല്ല, എവിടെയെങ്കിലും ഒരു മാലിന്യം കാണിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു മാലിന്യം കൂമ്പാരം കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളെ ശുചീകരിക്കും. നമ്മൾ സേവാഭാരതിയുടെ പ്രവർത്തകർ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഈ തിരുവനന്തപുരം പൊങ്കാല നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ശുചീകരണ പ്രവർത്തനം. അതിനുപരി നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നും എല്ലാ തൊഴിലാളികളെയും ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് എൻ്റെ വാർഡിലെ ശുചീകരണം 0യിലേക്ക് എത്തിയത്. എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ കറങ്ങിയ ശേഷം എനിക്ക് ബോധ്യപ്പെട്ടത് ഇന്നാണ് ഞാൻ HSനെ വിളിച്ച് പറഞ്ഞു പൂർണ്ണമായിട്ടും നഗരം ഇതുപോലെ 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടുണ്ട്. കുടിവെള്ളം കൃത്യമായിട്ടുണ്ട്. ഫയർ സംവിധാനം എല്ലാം സജ്ജീകരണമായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളുണ്ട്. പോലീസിൻ്റെ എല്ലാ ഭാഗത്തും ഇവിടെയും ക്യാമ്പുണ്ട്. കരമന ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ എല്ലാം ക്യാമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രമീകരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. അത് എന്ന് വേണ്ട എല്ലാ കാര്യത്തിനും ഒരു പൊങ്കാലയെന്ന് പറയുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യത്തിനും തയ്യാറെടുപ്പുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്തു തീർക്കേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തു തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എല്ലാവർക്കും ചുമതല കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ചെയ്യാത്ത കാര്യമാണ് എല്ലാവർക്കും. എനിക്ക് തന്നിട്ടുള്ള കിള്ളിപ്പാലം, കരമന ഈ പ്രദേശത്തെ സർക്കിളാണ്. ഈ സർക്കിൾ ഏകദേശം 10-15ഓളം വാർഡുണ്ട്. ആ വാർഡുകളിൽ 3 മണിക്ക് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങണം. അത് പൊങ്കാല കഴിഞ്ഞ് അമ്മമാർ പൊങ്കാലയും എടുത്ത് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ കയറുന്നത് വെളുപ്പാങ്കാലം 4 മണിക്കായിരിക്കും ഇറങ്ങാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ള സർക്കിളിലെ മുഴുവൻ ചുടുകെട്ടുകളെയും ചാമ്പലും എല്ലാം മാറ്റി കൃത്യമായി ശുചീകരിച്ച് പിന്നെ നമ്മുടെ മഴ പെയ്യിപ്പിക്കുമല്ലോ, പെയ്യിപ്പിക്കുന്ന ആ സംവിധാനം മഴ ഉണ്ടായിരുന്നു. ഇത് കൃത്രിമമായ മഴ നമ്മൾ ചെയ്യിപ്പിക്കേണ്ട എല്ലാ വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട്. പൊടിപടലങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മറ്റന്നാൾ രാവിലെ ഇതുപോലെ തന്നെ ആയിരിക്കും തിരുവനന്തപുരം നഗരം എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ലാത്ത പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്തായാലും നമുക്ക് ചുറ്റും അമ്മമാര് ഒത്തുകൂടിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് എത്തിയവരാണ് അവർ. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് ഈസ്റ്റിൽ. ആദ്യമായിട്ടാണോ വരുന്നത് പൊങ്കാലയ്ക്ക്? ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ടോ? ഞാനിവിടെ 16 വർഷമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുന്നുണ്ട്. 16 വർഷമായിട്ട് കോഴിക്കോട് എത്തുകയാണ്. എന്തൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയെ മറ്റ് പൊങ്കാലയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ആ സ്ത്രീകളുടെ ശബരിമലയാണല്ലോ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ദേവി ചൈതന്യം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് 1 വർഷം പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ എത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെയും അടുത്ത പ്രാവശ്യം പൊങ്കാല ഇടാൻ വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ മടങ്ങാറുള്ളത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഓരോ വർഷവും ഒരു മുടക്കവും വരില്ലേ എന്നുള്ള ഒരു വർഷത്തെ പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ അമ്മമാരെ കൂട്ടി വരുന്നു. തീർച്ചയായിട്ടും തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ 16 വർഷമായിട്ട് വരുന്നതിൽ 10 വർഷവും ഞങ്ങൾ അമ്മമാരെ കൂട്ടിയിട്ട് വരുന്നുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ ആ 10 വർഷത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ വരാറ്. പക്ഷേ ഇത്തവണ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച് വരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ അജിത്തേട്ടനൊക്കെ ഞങ്ങൾക്കുള്ള ഓരോ സൗകര്യങ്ങളും ഇനി എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് ഓരോ നിമിഷവും വന്ന് ചോദിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി 11:30 ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ഈ സ്കൂളിൻ്റെ എല്ലാ റൂമും എല്ലാം ഞങ്ങൾക്ക് വെള്ളം എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ സ്കൂളിൻ്റെ മാനേജർ ഇന്ന് രാവിലെ ഇവിടെ സെക്രട്ടറി വന്നു. അപ്പം എല്ലാവരും തന്നെ എന്ത് ചെയ്ത് തരണം എന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അവരോട് ഒരിക്കലും തീരാത്തൊരു സ്നേഹമാണ് ഞങ്ങൾക്ക് അവരോടുള്ളത്. തിരുവനന്തപുരത്തുകാരോട് എല്ലാവരോടും തന്നെ ഒരു നല്ലൊരു അനുഭവമാണ് നമുക്ക് ഓരോ വർഷം ഇവിടുന്ന് കിട്ടാറുള്ളത്. എപ്പോഴും സ്നേഹമുള്ള നാടാണ് തിരുവനന്തപുരം എന്ന് ഞങ്ങൾ തിരുവനന്തപുരം വിശ്വസിക്കുന്നു. എന്താണ് ഒരു കോഴിക്കോടുകാരുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ വീണ്ടും ജനലക്ഷങ്ങളാണല്ലോ ഇങ്ങോട്ട് ഒഴുകി ഈ പൊങ്കാലയ്ക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ആളുകളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾ വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതുവരെ വരാൻ പറ്റിയില്ല. ദേവി ചൈതന്യം മനസ്സ് തോന്നി തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല.
അപ്പോൾ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. രണ്ടാമത്തെ വർഷമാണ് വരുന്നത്. എല്ലാ കൊല്ലവും സൗകര്യം കിട്ടാറുണ്ട്. ഈ വർഷവും നല്ല സൗകര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കഴിഞ്ഞ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അതായത് ഇപ്രാവശ്യം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പ് നടക്കുമെന്നുള്ളൊരു സങ്കല്പവും അല്ലെങ്കിൽ ഒരു ഐതിഹ്യവും കൂടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വർഷം വരണം വിചാരിച്ചതല്ലായിരുന്നു, പക്ഷേ ഈ സമയത്ത് എന്തുകൊണ്ടോ അറിയില്ല വരാൻ പറ്റി എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് തോന്നുന്നു. ആറ്റുകാലമ്മേൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. അത് എന്തായാലും പത്മനാഭന്റെ മണ്ണിലെത്തിയ അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുടെ മണ്ണിലെത്തിയ എല്ലാ അമ്മമാർക്കും ഇനിയും തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരുപാട് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കേരള ടുഡേയിൽ നിന്നും ഹിമാർ നായർ സൈനിങ് ഓഫ്.